ഇവിടെ അദ്ദേഹം പറഞ്ഞു ത്രിപുരയിലെ BJP ആരാ സാമക്കാലെ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര ശതമാനം നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് നിങ്ങൾക്ക് 0.2% വോട്ടുമായിട്ട് നൽകുന്ന ത്രിപുരയിൽ എങ്ങോട്ട് പോയി BJP-കാർ CPM പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പോയി. ഞാൻ തിരിച്ചുവരാം. താങ്കൾ സംസാരിച്ചപ്പോൾ എന്റെ സഖാവേ നിങ്ങളോ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തന്നെ ഞാൻ കടമെടുക്കുന്നു. തുടങ്ങി വെച്ചത് UDF, പൂർത്തീകരിച്ചത് UDF. എവിടെ UDF? പറയാം. പക്ഷേ ഞാൻ പറയട്ടെ, കേട്ടോളൂ. 5.5 കോടി രൂപയുടെ വഴിവിളക്ക് 5.5 കോടി രൂപയുടെ വഴിവിളക്ക് ഇട്ടതിന് ശേഷം അത് ഞങ്ങളുടേതാണെന്ന് LDF പറഞ്ഞാൽ ആന വാങ്ങിയത് വേറെ, തോട്ടി വാങ്ങിയത് വേറെ. തോട്ടി വാങ്ങിയിട്ട് അതിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണെന്ന് പറഞ്ഞാൽ എവിടെ സമ്മതിക്കാൻ കഴിയും? അതെ, ആനയെ വാങ്ങിയത് UDF, തോട്ടി വാങ്ങിയത് LDF. പിന്നെ പറയുന്നു ആനയുടെ ഉടമസ്ഥൻ LDF ആണെന്ന്. ആനയെ വാങ്ങിയത് ആനയെ വാങ്ങിയത് UDF, തോട്ടി വാങ്ങിയത് LDF. എന്നിട്ട് പറയുന്നു LDF-ന്റെ വകയാണ് ആനയെന്ന്. അത്രേ ഉള്ളൂ കാര്യം. കേന്ദ്ര ഗവൺമെന്റ് ഇനി അടുത്തത് കേട്ടോളൂ. ഇനി അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞ സംസാരിക്കാൻ കേൾക്കാൻ പറ്റുമോ? ഞാൻ മറുപടി പറയും. കേൾക്കാൻ പറ്റൂ. താങ്കൾക്ക് ചോദിക്കാൻ വേണ്ട, പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകൂ. അത് നൗഷാദല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ട വന്നാലും ഞാൻ പറഞ്ഞിട്ടേ പോകും. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ട വന്നാലും ഞാൻ പറഞ്ഞിട്ടേ പോകും. പറയും അതെ, ജൂൺ 4-ാം തീയതി അറിയാം. അത് ജൂൺ 4 ഞങ്ങൾ കാണിച്ചു തരാം. ജൂൺ 4 ഞങ്ങൾ കാണിച്ചു തരാം. ഒരു തർക്കവും വേണ്ട.